ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. കർക്കിടക മാസമാണ്. നമ്മുടെ നാട്ടിലെ പല സ്ഥാപനങ്ങളും ആഡിയോ ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. വലിയ ഡിസ്കൗണ്ടുകളൊക്കെയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. US എക്കണോമിയിലേക്ക് നോക്കുകയാണെങ്കിൽ താരിഫ് ഡീലുകളിൽ US ട്രംപ് ഇപ്പോൾ ഒരു ആഡിയോ ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാന് വലിയ ഡിസ്കൗണ്ടുകളാണ് കൊടുത്തത്. നേരത്തെ പ്രഖ്യാപിച്ച 25% നിന്ന് ചുരുക്കി 15% കുറച്ചുകൊണ്ട് താരിഫ് ഡീലുകൾ ഉറപ്പിച്ചു. ഇന്നലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് സമാന രീതിയിലുള്ള ട്രേഡ് ഡീലുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ച വൻ താരിഫുകളിൽ നിന്ന് ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രേഡ് ഡീലുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ആഡി സെയിൽ കൊണ്ടാണോ എന്നറിയില്ല, മാർക്കറ്റുകളെല്ലാം തന്നെ കുറച്ച് പോസിറ്റീവായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജപ്പാൻ മാർക്കറ്റിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇന്നും ആ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഏകദേശം 2% പോസിറ്റീവായിട്ടാണ് യു എസ് മാർക്കറ്റ്, അതോടൊപ്പം തന്നെ ജാപ്പനീസ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ നാസ്ഡാക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോയിന്റ് ആയിട്ടുള്ള 21,000 എന്ന ലെവലിലേക്ക് വന്നു. ഏകദേശം 6.6% അപ്പാണ് നാസ്ഡാക്കിലുണ്ടായത്. ഡൗ ജോൺസും അതോടൊപ്പം തന്നെ റെക്കോർഡ് ഹൈയിലേക്കാണ് വന്നത്. അപ്പോൾ US എക്കണോമിയിൽ ഒരു ഉണർവ് തിരിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ താരിഫ് ഡീൽ കൊണ്ടുള്ള ഏറ്റവും മികച്ച നേട്ടം ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെയുള്ള ഇത് US എക്കണോമിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ എക്കണോമിയിലും ഇൻഡെക്സസിലും കണ്ടു തുടങ്ങുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ താരിഫ് ഡീലുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. കാക്ക ഏകദേശം 1.6% അപ്പായിട്ടാണ് ഇന്നലെ അവസാനിച്ചത്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പ്രതിഫലനം ഉണ്ടാകും. ഗിഫ്റ്റ് നിഫ്റ്റി 20 പോയിന്റ് നേട്ടത്തോടു കൂടി ഓൾമോസ്റ്റ് ഫ്ലാറ്റ് നോട്ടിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റിയിലും ആ ഒരു രീതിയിലായിരിക്കും ഓപ്പണിംഗ്. ഫർദർ മൂവ്മെന്റ്സ് നമുക്ക് പോസിറ്റീവ് ട്രിഗേഴ്സ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അപ്ട്രെൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് നോക്കേണ്ടത് ഇൻഫോസിസിന്റെ റിസൾട്ടിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം 9% അപ്പാണ് റിസൾട്ടിൽ ഇൻഫോസിസ് പ്രകടിപ്പിച്ചത്. അതിന്റെ ഫലമായിട്ട് ഇന്ന് ADRs എല്ലാം 1.5% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിഫ്റ്റിക്ക് നല്ലൊരു സപ്പോർട്ട് നൽകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. എവർക്കും ഒരു ശുഭ ട്രേഡിംഗ് തന്നിരുന്നു. താങ്ക് യു സോ മച്ച്.